Welcome to my YouTube channel. എൻ്റെ ചാനൽ നെയിം meenusTasteofhome. മത്തി ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കാം, 2 തണ്ട് കറിവേപ്പില. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി എങ്ങനെയാണ് മത്തി ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. കുരുമുളക് പൊടി, ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി, ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർക്കാം, പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് വെക്കാം. മത്തി ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് വേണം മത്തി വാഷ് ചെയ്യാനായിട്ട്. മത്തിയുടെ ബാഡ് സ്മെല്ലെല്ലാം പോകാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 10 മിനിറ്റ് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. മത്തി ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനൊരു ഫ്രൈയിങ് പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഷാലോ ഫ്രൈയിങ് മതി, ഒത്തിരി ഡീപ്പ് ഫ്രൈയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓയിൽ വേണ്ട. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ ഓയിലായിരുന്നാലും മതി. ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ 2 തണ്ട് കറിവേപ്പില ആദ്യം തന്നെ ഇടുവാണ്. കറിവേപ്പില നമ്മൾ ആദ്യം ഓയിലിലേക്ക് ഇടുന്നത് മത്തി ഫ്രൈ ചെയ്യുമ്പോൾ അധികം സ്മെല്ല് വരാതിരിക്കാനാണ്. ഇനി നമുക്ക് മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ പീസായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മത്തിയെല്ലാം ഓയിൽ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ 1 മിനിറ്റ് ഒന്ന് മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ മത്തിയുടെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മത്തിയെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. മത്തി തിരിച്ചിടുമ്പോഴും ആദ്യത്തെ 1 മിനിറ്റ് മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം മീഡിയം ലോ ഫ്ലെയിമിലോട്ട് ആക്കാനായിട്ട്. ഇനി മത്തി ഫ്രൈ ചെയ്തതെല്ലാം കോരി മാറ്റാം. ഇതുപോലെ പേപ്പർ ടവൽ ഇട്ടിട്ടാണ് ഞാൻ മാറ്റുന്നത്. ഇപ്പോൾ ഇതാ മത്തിയെല്ലാം ഫ്രൈ ചെയ്തത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കറിവേപ്പിലയും കോരി മാറ്റിയിട്ട് അടുത്ത ബാച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന മത്തി ഫ്രൈ ഇവിടെ തയ്യാറായി. ഏകദേശം ഒരു 10 മിനിറ്റോളം എടുത്തിട്ടുള്ളൂ ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.